Sir, good morning and welcome to the show. Morning Vishnu, morning viewers. സാർ നമുക്ക് ആദ്യം യു എസ് മാർക്കറ്റിലോട്ട് പോകാം. യു എസ് മാർക്കറ്റ് ഇന്നലെ നോക്കുമ്പോൾ പോസിറ്റീവായ രീതിയിലുള്ളൊരു ട്രേഡിംഗ് ആയിരുന്നു യു എസ് മാർക്കറ്റ് കാഴ്ചവെച്ചത്. ഡൗ ജോൺസ് 0.75% ഒരു നേട്ടം രേഖപ്പെടുത്തി. S&P 500 1% അടുത്തേക്കൊരു മുന്നേറ്റം നമുക്ക് കാണാൻ സാധിച്ചു. നാസ്ഡാക്കിൽ 1.5% ഒരു മുന്നേറ്റവുമാണ് ഇന്നലെ കണ്ടത്. യു എസ് മാർക്കറ്റിൽ താങ്കൾ ഇനി വാച്ച് ചെയ്തിരിക്കുന്ന ലെവലുകൾ ഏതൊക്കെയാണ്? വിഷ്ണു, ഇന്നലെ നമുക്ക് വളരെ ആശ്വാസം നൽകിയ ഒരു വിഷയം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൗ ജോൺസ് ഇൻഡെക്സിന് വീണ്ടും 42,400 പോയിന്റ് മുകളിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചു. സോ നമ്മൾ മിഞ്ഞാന്ന് കണ്ട ആ വീക്ക്നെസ്സിനെ ഒത്തിരി നെഗേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ബട്ട് എങ്കിലും അമേരിക്കൻ ഡൗ ജോൺസ് ഇൻഡെക്സ് അതിന്റെ ആ ഡേഞ്ചർ സോണിൽ നിന്നും പുറത്തു വന്നു എന്ന് സ്ഥിരീകരിക്കാൻ സാധിക്കുന്നില്ല. നമ്മൾ 42,800 പോയിന്റ് റെസിസ്റ്റൻസ് തന്നെ ശ്രദ്ധിച്ചിരിക്കണം. 42,800 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ച് നമുക്ക് വീണ്ടും ഡൗ ജോൺസ് ഇൻഡെക്സിലും വലിയൊരു മുന്നേറ്റം എക്സ്പെക്ട് ചെയ്യാം. നമ്മൾ നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ കേസിൽ ലിറ്റിൽ ബിറ്റ് ഡിഫറെന്റ് സ്റ്റോറി. കാര്യം നാസ്ഡാക്ക് ഇൻഡെക്സ് വീണ്ടും 22,000 പോയിന്റ് റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ റെഡി ആയിട്ടുണ്ട്. നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ കേസിൽ നമുക്ക് ആപ്പിൾ കമ്പ്യൂട്ടേഴ്സിനെ ഒഴിച്ചു നിർത്തിയാൽ മറ്റേ എല്ലാ ടെക്നോളജി സ്റ്റോക്സിലും നമുക്ക് ഇന്നലെ പുതിയ ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിച്ചു. അതിൽ എടുത്തു പറയാനുള്ള ഗൂഗിളിന്റെ കേസിൽ നല്ലൊരു ബുള്ളിഷ് സെറ്റപ്പ് ഫോം ആയിട്ടുണ്ട്. മെറ്റ വളരെ സ്ട്രോങ് ആയിട്ടായിരുന്നു ക്ലോസ് ചെയ്തത്. സാർ, ഇനി നമുക്ക് കമ്മോഡിറ്റി മാർക്കറ്റിലോട്ട് വരാം. കമ്മോഡിറ്റി മാർക്കറ്റ് ഇപ്പോൾ നോക്കുമ്പോൾ നമുക്ക് ബ്രെൻഡ് ക്രൂഡിലും WTI ക്രൂഡിലൊക്കെ ഒരു നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന നിലയിലാണ് ഇന്നും ട്രേഡിംഗ് തുടരുന്നത്. WTI നോക്കുമ്പോൾ 1.27% മുന്നേറ്റമാണ് കാണുന്നത്. ബ്രെൻഡിൽ ഏകദേശം 0.8% മുന്നേറ്റവും കാണുന്നുണ്ട്. ക്രൂഡിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? വിഷ്ണു, ക്രൂഡിന്റെ കേസിൽ നമുക്ക് ഇന്നലെയും ഇപ്പോൾ അറ്റ് ദ മോമെന്റ് നമുക്ക് കാണാൻ സാധിക്കുന്നു നേരിയ തോതിൽ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്നുണ്ട്. ക്രൂഡിന്റെ കേസിൽ നമുക്ക് പുതിയതായിട്ട് ലഭിച്ചിരിക്കുന്ന ഒരു ട്രേഡിംഗ് റേഞ്ച് $66 ആയിരിക്കും മേജർ സപ്പോർട്ട്, $76 ആയിരിക്കും മേജർ റെസിസ്റ്റൻസ്. സോ ഈ രണ്ട് ലെവലിൽ ഏതെങ്കിലും ഒരു ലെവൽ ബ്രേക്ക് ചെയ്താലേ ഇനി നമുക്ക് ഒരു ശക്തമായിട്ട് ഒരു മൂവ്മെന്റ് കാണാൻ സാധിക്കത്തുള്ളൂ. ബട്ട് നമ്മൾ ഇൻട്രാഡേയിൽ ട്രേഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ 66-76 വരെ നമുക്ക് ട്രേഡ് ചെയ്യാൻ അവസരങ്ങൾ ലഭിക്കും. സാർ, ഗോൾഡിലോട്ട് വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഗോൾഡ് ഒരു ഫ്ലാറ്റ് പോസിറ്റീവ് നോട്ടിലുള്ള ഒരു നേട്ടം മാത്രമാണ് നിലവിലത്തെ ഒരു ട്രേഡിങ്ങിൽ കാണുന്നത്. 3,387 എന്നൊരു നിലയിലാണ് നിലവിലൊരു ട്രേഡിംഗ് നടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഗോൾഡിൽ ഇന്നലെ ഒരു 1% ഒരു ഇടിവുമായിരുന്നു രേഖപ്പെടുത്തിയത്. ഗോൾഡിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ് ഇപ്പോൾ? സ്വർണത്തിന്റെ കേസിൽ അണ്ടർടോൺ വളരെ ബുള്ളിഷ് ആയി തുടരുന്നു. സ്വർണം ഇൻഫാക്ട് ഇറ്റ് ഈസ് വെരി ക്ലോസ് ടു ദ ഓൾ ടൈം ഹൈ നിലനിൽക്കുന്ന $3,510 ഇപ്പൊ കാണാൻ സാധിക്കുന്നത്. ആൻഡ് ഇതിന് തൊട്ട് മുൻപ് 3,490 ഒരു റെസിസ്റ്റൻസ് ഉണ്ട്. 3,490 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഷോർട്ട് ടേമിൽ വീണ്ടും ഒരു ട്രേഡിംഗ് അവസരം ലഭിക്കും. സാർ, നമുക്ക് ഇനി ഇന്ത്യൻ മാർക്കറ്റിലോട്ട് പോകാം. ഇന്ത്യൻ മാർക്കറ്റ് ഇന്നലെ നോക്കുമ്പോൾ 24,946 എന്നൊരു നിലയിലുള്ള ഒരു ക്ലോസിംഗ് ആയിരുന്നു. 0.92% ഒരു മുന്നേറ്റമാണ് ഇന്നലെ മാർക്കറ്റ് നിഫ്റ്റി 50 രേഖപ്പെടുത്തിയതായിട്ട് കാണാൻ സാധിക്കുന്നത്. ഒരു 1 അവർ ക്യാൻഡിലൊക്കെ നോക്കുമ്പോൾ മാർക്കറ്റ് ഇതിൽ ഫസ്റ്റ് ക്യാൻഡിൽ തന്നെ ഒരു വലിയൊരു മൂവ്മെൻറ്റ് എടുത്തതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിനുശേഷം ഒരു സ്ലോ ആൻഡ് സ്റ്റഡി ആയിട്ടൊരു ചെറിയ രീതിയിലൊരു അപ്വേർഡ് മൂവ്മെൻറ്റ് കൂടി മാർക്കറ്റ് നടത്തി ഒരു പോസിറ്റീവായൊരു ക്ലോസിംഗ് ആയിരുന്നു നിഫ്റ്റി 50 ഇന്നലെ സ്വീകരിച്ചത്. നിഫ്റ്റി 50യിൽ ഇപ്പോൾ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? നിഫ്റ്റി 50യുടെ കേസിൽ അണ്ടർടോൺ ബുള്ളിഷായി തന്നെ തുടരുന്നു. ബട്ട് വെരി ഷോർട്ട് ടേം നോക്കുമ്പോഴേക്കും ആ ഒരു സൈഡ് വേസ് പാറ്റേൺ കണ്ടിന്യൂ ചെയ്യുന്നു. 25,250 പോയിന്റിന്റെ റെസിസ്റ്റൻസ് നിഫ്റ്റി 50 ബ്രേക്ക് ചെയ്താലേ നമുക്ക് ശക്തമായിട്ട് ഒരു അപ്വേർഡ് മൂവ്മെന്റ് നിഫ്റ്റി 50യിൽ കാണാൻ സാധിക്കത്തുള്ളൂ. ഇന്നത്തെ ട്രേഡിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത് ഷോർട്ട് പൊസിഷൻസ് പൂർണ്ണമായിട്ടും അവോയ്ഡ് ചെയ്യുക. 24,300 പോയിന്റ് ആയിരിക്കും മേജർ സപ്പോർട്ടായിട്ട് നമ്മൾ വാച്ച് ചെയ്യേണ്ടത്. എനിക്ക് തോന്നുന്നില്ല 24,300 സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെടുമെന്ന്. സാർ, നമുക്ക് ബാങ്ക് നിഫ്റ്റിയിലോട്ട് വരാം. ബാങ്ക് നിഫ്റ്റി 0.75% ഒരു നേട്ടത്തിൽ 55,944 എന്നൊരു നിലയിൽ 417 പോയിന്റിൻ്റെ ഒരു നേട്ടമാണ് രേഖപ്പെടുത്തിയത്. നമുക്ക് നിഫ്റ്റി 50ക്ക് സമാനമായി തന്നെ ഒരു രീതിയിലുള്ള ഒരു ട്രേഡിംഗ് ആയിരുന്നു ഇന്നലെ ബാങ്ക് നിഫ്റ്റിയിലും നമുക്ക് കാണാൻ സാധിച്ചത്. ബാങ്ക് നിഫ്റ്റിയിൽ താങ്കൾ ഇനി വാച്ച് ചെയ്തിരിക്കുന്ന ലെവലുകൾ ഏതൊക്കെയാണ്? നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ കേസിലും ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷ്, ബട്ട് വളരെ ഷോർട്ട് ടേം ആയിട്ടുള്ള ഒരു ട്രെൻഡ് നോക്കുമ്പോഴേക്കും അത് സൈഡ് വേസ് ആയിട്ട് കാണാൻ സാധിക്കുന്നത്. 56,400 56,800 ഇത് രണ്ടും ആയിരിക്കും ആദ്യം നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സ് ഫേസ് ചെയ്യാൻ പോകുന്ന റെസിസ്റ്റൻസ്. ഇത് രണ്ടും ബ്രേക്ക് ചെയ്ത് ഇതിന്റെ മുകളിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചാൽ നമുക്ക് നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിൽ ഒരു പുതിയ ഓൾ ടൈം ഹൈ തന്നെ പ്രതീക്ഷിക്കാം.
സാർ ഇനി നമുക്ക് ആദ്യമായിട്ടൊരു സ്റ്റോക്ക് ഇൻ ഫോക്കസ് ആയിട്ട് ചോദിക്കാനുള്ളത് സ്റ്റെർലൈറ്റ് ടെക്നോളജീസ് ആണ്. ഇന്നലെ വലിയ രീതിയിലൊരു കുതിപ്പാണ് സ്റ്റോക്ക് നടത്തിയത്. ഏകദേശം 19% ഒരു മുന്നേറ്റമാണ് സ്റ്റോക്കിൽ ഉണ്ടായിരുന്നത്. അതിൽ ഡാറ്റാ സെൻറ്റർ എക്സ്പാൻഷനുമായി ബന്ധപ്പെട്ടുള്ള പോസിറ്റീവ് ന്യൂസ് സ്റ്റോക്കിൽ ഉണ്ടായിരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നമുക്കൊരു വീക്കിലി ട്രേഡിംഗ് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് കഴിഞ്ഞൊരു മെയ് ഫസ്റ്റ് വീക്ക് തൊട്ട് ഒരു വീക്കിലി ട്രേഡിങ്ങിൽ സ്റ്റോക്ക് ഒരു അപ്വേഡ് മൂവ്മെൻറ്റ് നടത്തുന്നതായിട്ട് കാണുന്നുണ്ട്. 99 ലാസ്റ്റ് ട്രേഡർ പ്രൈസ്. ഈ ഒരു സ്റ്റോക്കിൽ താങ്കളുടെ ഒരു എക്സ്പെക്റ്റേഷൻ ഇനി എന്താണ്? So, Sterlite Tech in the case, it is first of all a small cap stock. ബട്ട് കഴിഞ്ഞ ഒരാഴ്ചക്കിടെ നമുക്ക് ഒത്തിരി ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിച്ചിട്ടുണ്ട്. അതിനെ തുടർന്ന് ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി മാറിയിട്ടുണ്ട്. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യാം. ബട്ട് കറന്റ് ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻസ് അഡ്വൈസ് ചെയ്യുന്നില്ല. ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ അല്പം പ്രോഫിറ്റ് ടേക്കിങ്ങിന് വേണ്ടി പ്രിപ്പയർഡ് ആയിരിക്കണം. പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്ന സമയത്ത് 85-90 ഇടയിൽ നമുക്ക് ലോങ് പൊസിഷൻ എടുക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ വി ക്യാൻ കൺസിഡർ ലോങ് പൊസിഷൻ. സാർ ഇനി അടുത്ത ഒരു സ്റ്റോക്ക് എന്ന് പറയുന്നത് ബയോകോൺ ആണ്. കമ്പനിയെ സംബന്ധിച്ച് QIP വഴി 4500 കോടി സമാഹരിക്കാൻ പോകുന്നു എന്നുള്ളൊരു പോസിറ്റീവായ ഒരു ന്യൂസ് ഉണ്ട്. 0.5% ഒരു മുന്നേറ്റമാണ് ഇന്നലത്തെ ട്രേഡിംഗിൽ സ്റ്റോക്ക് കാഴ്ചവെച്ചത്. 357 ലാസ്റ്റ് ട്രേഡർ പ്രൈസ്. നമ്മൾ കഴിഞ്ഞ വീക്കിൽ ഒരു ക്ലോസിംഗ് നോക്കുമ്പോൾ ഒരു 7% ഒരു നേട്ടം രേഖപ്പെടുത്തിയ നിലയിലാണ് സ്റ്റോക്ക് ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബയോകോണിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? ബയോകോണിന്റെ കേസിൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും സൈഡ് വേസ് ആയിട്ട് കാണുന്നത്. ഈ സ്റ്റോക്കിന് 370 രൂപയിൽ വളരെ മേജർ റെസിസ്റ്റൻസ് ഉണ്ട്. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ മാത്രമേ ഈ സ്റ്റോക്കിൽ നമുക്കൊരു ബുള്ളിഷ് ട്രെൻഡ് കാണാൻ സാധിക്കത്തുള്ളൂ. 370 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ പിന്നീടുള്ള റെസിസ്റ്റൻസ് 380-400. ഇനി ടെൻല പ്ലാറ്റ്ഫോമിനെ പറ്റിയാണ് അറിയേണ്ടത്. 1.5% ഒരു ഇടിവാണ് സ്റ്റോക്ക് ഇന്നലെ കാഴ്ചവെച്ചത്. 657 സ്റ്റോക്കിൻ്റെ ഒരു ലാസ്റ്റ് ട്രേഡർ പ്രൈസായിട്ട് കാണുന്നത്. സ്റ്റോക്കിനെ പറ്റി ഒരു പാസ്റ്റ് ട്രേഡിംഗ് നോക്കുമ്പോൾ കഴിഞ്ഞ ഒരു 3 മാസങ്ങളിൽ ഒരു നേരിയ നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ക്ലോസിംഗ് ആണ് സ്റ്റോക്ക് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ടെൻല പ്ലാറ്റ്ഫോമിൽ താങ്കളുടെ ഒരു എക്സ്പെക്റ്റേഷൻ എന്താണ്? ടെൻല പ്ലാറ്റ്ഫോമിന്റെ കേസിൽ നമുക്ക് മെയ് മാസത്തിന് ശേഷം നല്ലൊരു ബൈയിങ് ഇൻട്രസ്റ്റ് വന്നിട്ടുണ്ട്. ബട്ട് കഴിഞ്ഞ 2-3 ട്രേഡിംഗ് സെഷൻസ് നോക്കുമ്പോഴേക്കും നേരിയൊരു പ്രോഫിറ്റ് ടേക്കിംഗ് ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഈ സ്റ്റോക്കിൽ ഈ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്ന ഈ ഒരു കോണ്ടെക്സ്റ്റിൽ നമ്മൾ പുതിയ ലോങ് പൊസിഷൻസ് എടുക്കാൻ വേണ്ടി ശ്രമിക്കേണ്ടത്. 620 ഇസ് ദ മേജർ സപ്പോർട്ട്. ആ ഒരു സപ്പോർട്ട് ഹോൾഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ സാധിക്കും. ഇതിന്റെ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് 685 രൂപയിലാണ് കാണുന്നത്. അടുത്തൊരു സ്റ്റോക്ക് നമ്മുടെ ഫോക്കസിലുള്ളത് ഗ്രാവിറ്റയാണ്. 1% ഒരു ഇടിവാണ് ഇന്നലെ കാണാൻ സാധിച്ചത്. 1738 സ്റ്റോക്കിൻ്റെ ഒരു ലാസ്റ്റ് ട്രേഡർ പ്രൈസായിട്ട് കാണുന്നത്. സ്റ്റോക്കിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഒരു കൺസോൾട്ടേഷൻ നടക്കുന്നത് പോലെ ഒരു വീക്കിലി ട്രേഡിംഗ് ഒക്കെ നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഗ്രാവിറ്റയിൽ താങ്കളുടെ ഒരു എക്സ്പെക്റ്റേഷൻ ഇനി എന്താണ്? വിഷ്ണു, അൺഫോർച്ചുനേറ്റ്ലി ഗ്രാവിറ്റിയുടെ കേസിൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായിട്ടാണ് കാണുന്നത്. കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ അത് വൈൻഡ് അപ്പ് ചെയ്യണം. ഇതിന്റെ ബോട്ടം കണ്ടു എന്ന് നമുക്ക് സ്ഥിരീകരിക്കാൻ സാധിക്കുന്നില്ല. ഈ ഒരു സ്റ്റോക്കിലെ ഷോർട്ട് ടേമിൽ നമുക്കൊരു ട്രെൻഡ് റിവേഴ്സൽ നടക്കണമെങ്കിൽ 1925 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് എളുപ്പമായിരിക്കത്തില്ല. ഇനി നമുക്ക് ബാലു ഫോർജിനെ പറ്റിയാണ് അറിയേണ്ടത്. 2024 ലിസ്റ്റ് ചെയ്തൊരു കമ്പനിയാണ്. കമ്പനിയെ പറ്റി നോക്കുമ്പോൾ ഇന്നലെ 1.34% ഇടിവിൽ 667 ലാസ്റ്റ് ട്രേഡർ പ്രൈസായിട്ട് കാണുന്നത്. സ്റ്റോക്കിനെ പറ്റി നോക്കുമ്പോൾ കഴിഞ്ഞ മാസം ഒരു 37% ഒരു നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ടാണ് സ്റ്റോക്ക് ഒരു ക്ലോസിംഗ് എടുത്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു മാസം ഇപ്പോൾ ഒരു 5% ഇടിവിലാണ് സ്റ്റോക്ക് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബാലു ഫോർജിൽ താങ്കളുടെ ഒരു എക്സ്പെക്റ്റേഷൻ എന്താണ്? ബാലു ഫോർജിന്റെ കേസിൽ ഇറ്റ് ഇസ് ഫസ്റ്റ് ഓഫ് ഓൾ എ സ്മോൾ ക്യാപ് സ്റ്റോക്ക്. ആൻഡ് കാര്യമായിട്ട് ഈ സ്റ്റോക്കിൽ നമുക്കൊരു ട്രേഡിംഗ് ലിക്വിഡിറ്റി കാണാൻ സാധിക്കുന്നില്ല. മെയ് മാസത്തിൽ ഈ സ്റ്റോക്ക് നമുക്ക് ഒത്തിരി നേട്ടം നൽകിയതിനെ തുടർന്ന് കഴിഞ്ഞ 2-3 ട്രേഡിംഗ് സെഷൻസിൽ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്നുണ്ട്. അറ്റ് ദ മൊമെന്റ് ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും സൈഡ് വേസ് ആയി മാറിയിട്ടുണ്ട്. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 615 നമ്മൾ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. പുതിയ ലോങ് പൊസിഷൻസ് അറ്റ് ദ മൊമെന്റ് അവോയ്ഡ് ചെയ്യുക. സാറിന് നമുക്ക് റെയിൽവേ സെക്ടറിൽ നിന്നുള്ള IRFC കൂടിയാണ് അറിയേണ്ടത്. IRFCനെ നോക്കുമ്പോൾ 1.16% ഒരു നേട്ടമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കഴിഞ്ഞൊരു ജൂലൈയിൽ ഓൾ ടൈം ഹൈ എടുത്ത സ്റ്റോക്ക് ഇപ്പോൾ അവിടെ നിന്നൊരു 38% ഇടിവ് രേഖപ്പെടുത്തുന്ന നിലയിലാണ് ട്രേഡ് ചെയ്യുന്നത്. കഴിഞ്ഞ 3 മാസങ്ങളിലായി നേരിയ ഒരു റിട്ടേണും സ്റ്റോക്ക് ഇപ്പോൾ പോസിറ്റീവായി നൽകുന്നുണ്ട്. IRFCയിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? വിഷ്ണു, നല്ലൊരു ബുള്ളിഷ് സെറ്റപ്പ് IRFCയിൽ ഫോം ചെയ്തിട്ടുണ്ട്. കറന്റ് ലെവൽസിൽ ഈ കമ്പനിയുടെ ഫൈനാൻഷ്യൽസിൽ നമ്മൾ കംഫർട്ടബിൾ ആണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലോങ് പൊസിഷൻ ബിൽഡപ്പ് ചെയ്യാൻ ശ്രമിക്കാം. ഇതിന്റെ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് 141, അതിനുശേഷം 151 കാണാൻ സാധിക്കുന്നത്.
ഒരു റെസിസ്റ്റൻസ് രണ്ടും ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഈ സ്റ്റോക്കിൽ വലിയൊരു മുന്നേറ്റം നമുക്ക് പ്രതീക്ഷിക്കാം. IRFCയെ കുറിച്ച് ചോദിച്ചുകൊണ്ട് മറ്റ് ചില റെയിൽവേ സ്റ്റോക്സും കൂടെ എന്റെ ശ്രദ്ധയിലോട്ട് വന്നിട്ടുണ്ട്. ഇതിൽ ആദ്യം തന്നെ എടുത്തു പറയാനുള്ളത് ഇർക്കോണിന്റെ കേസിലും നമ്മൾ ഫൈനാൻഷ്യൽസിൽ കംഫർട്ടബിൾ ആണെങ്കിൽ കറന്റ് ലെവൽസിൽ തന്നെ നമുക്ക് പുതിയ ലോങ് പൊസിഷൻ ബിൽഡപ്പ് ചെയ്യാൻ സാധിക്കും. ഇതിന്റെ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് 207 അതിനുശേഷം 222 കാണുന്നത്. IRCTCയുടെ കേസിൽ നമുക്ക് സൈഡ് വേസ് ആയിട്ട് ഒരു പാറ്റേൺ കാണാൻ സാധിക്കുന്നത്. ഇതിൽ നമുക്ക് ബുള്ളിഷ് ട്രിഗർ ഇപ്പൊ നിലനിൽക്കുന്നത് 802 ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ ഇമ്മീഡിയറ്റ് ആയിട്ട് പിന്നീടുള്ള റെസിസ്റ്റൻസ് 822. ഈ രണ്ട് റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ ഈ സ്റ്റോക്കിൽ വലിയൊരു മുന്നേറ്റം നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കും. മറ്റൊരു സ്റ്റോക്ക് എന്റെ ശ്രദ്ധയിലോട്ട് വന്നിരിക്കുന്നത് ഇറ്റ് ഇസ് റെയിൽടെൽ. റെയിൽവേ സ്റ്റോക്സിലെ കഴിഞ്ഞ ഒരു മാസത്തിലെ ഏറ്റവും അധികം നേട്ടം നൽകിയിരിക്കുന്നത് ഇറ്റ് ഇസ് റെയിൽടെലിന്റെ കേസിലെ കഴിഞ്ഞ 5 ട്രേഡിംഗ് സെഷൻസിൽ നമുക്ക് പ്രോഫിറ്റ് ടേക്കിംഗ് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതിന്റെ ഇമ്മീഡിയറ്റ് ബുള്ളിഷ് ട്രിഗർ 442 കാണുന്നത്. ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ പിന്നീടുള്ള റെസിസ്റ്റൻസ് 463. സാർ, നമുക്ക് അടുത്തൊരു സ്റ്റോക്ക് ഫോക്കസിലുള്ളത് ടോറന്റ് പവറാണ്. ടോറന്റ് പവർ നോക്കുമ്പോൾ 0.5% ഒരു നേട്ടമാണ് ലാസ്റ്റ് ട്രേഡിംഗ് ഡേയിൽ കാണാൻ സാധിച്ചത്. 1421 ലാസ്റ്റ് ട്രേഡ് പ്രൈസ് ആയിട്ട് നമുക്ക് ടോറന്റ് പവറിൽ കാണാൻ സാധിക്കുന്നത്. സ്റ്റോക്കിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ വീക്കിലിയിലൊക്കെ ഒരു കൺസോൾട്ടേഷൻ ഇപ്പോൾ നടക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ടോറന്റ് പവറിൽ താങ്കളുടെ ഒരു എക്സ്പെക്ടേഷൻ ഇനി എന്താണ്? ടോറന്റ് പവറിന്റെ കേസിൽ ലോങ് ടേം ട്രെൻഡ് ബെയറിഷ്, ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസ് ആയിട്ടാണ് കാണുന്നത്. ഈ സ്റ്റോക്കിൽ നമുക്കൊരു ബോട്ടം കണ്ടു എന്ന് സ്ഥിരീകരിക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ പുതിയ ലോങ് പൊസിഷൻസ് അറ്റ് ദ മൊമെന്റ് അവോയ്ഡ് ചെയ്യുക. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 1340 നമ്മൾ സപ്പോർട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. സാർ, ഇനി നമുക്ക് അടുത്തായിട്ട് അറിയേണ്ട ഒരു സ്റ്റോക്ക് 361 എന്ന് പറയുന്ന ഒരു സ്റ്റോക്കാണ്. ഏതായാലും സ്റ്റോക്ക് നോക്കുമ്പോൾ ജനുവരിയിലായിരുന്നു ഒരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്ത് അതിനുശേഷം ഒരു ഇടിവ് രേഖപ്പെടുത്തിയ സ്റ്റോക്ക് കഴിഞ്ഞ മാസം നോക്കുമ്പോൾ ഒരു 17% കുതിപ്പ്, ഈ ഒരു മാസം 17% ഒരു കുതിപ്പുമായിട്ടാണ് ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 361 വാമിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? എക്സ്ട്രീംലി ബുള്ളിഷ്. കഴിഞ്ഞ ഒരു മാസത്തിൽ നമുക്ക് നൽകിയിരിക്കുന്ന നേട്ടത്തിനെ തുടർന്ന് ഈ സ്റ്റോക്കിന്റെ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി മാറിയിട്ടുണ്ട്. കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യുക. അടുത്ത മേജർ 2 റെസിസ്റ്റൻസ് ആദ്യത്തെ 1250 അത് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ 1330. 1330 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ ഈ സ്റ്റോക്കിൽ നമുക്ക് പുതിയ ഓൾ ടൈം ഹൈ തന്നെ പ്രതീക്ഷിക്കാം. 361 കുറിച്ച് ചോദിച്ചതുകൊണ്ട് നമ്മൾ ന്യൂമാമ വെൽത്ത്, അതുപോലെ തന്നെ ഏഞ്ചൽ വൺ, മോട്ടിലാൽ ഓസ്വാൾ ഇത്തരം സ്റ്റോക്ക് ബ്രോക്കിംഗ് അല്ലെങ്കിൽ വെൽത്ത് മാനേജ്മെന്റ് കമ്പനീസിലോട്ട് നമ്മൾ ഫോക്കസ് നൽകേണ്ടിയിരിക്കുന്നു. കാര്യം ഈ സ്റ്റോക്സിലൊക്കെ തന്നെ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറിയിട്ടുണ്ട്. സാർ, നമുക്കിനി അറിയേണ്ടത് GRSയെ പറ്റിയാണ്. നമ്മൾ കഴിഞ്ഞ ഒരു മാർക്കറ്റ് പ്ലേസിലൊക്കെ തന്നെ GRSയുടെ പല വ്യൂവും പറഞ്ഞതായിരുന്നു. ഇപ്പോഴൊരു ചോദ്യമായിട്ട് ചോദിക്കാനുള്ളത്, ഈ ഒരു മാസം നോക്കുമ്പോൾ കഴിഞ്ഞ മാസത്തെ ഒരു കുതിപ്പിന് ശേഷം സ്റ്റോക്ക് നേരിയ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് പോലെ കാണുന്നുണ്ട്. ഈ ഒരു സ്റ്റോക്ക് ഇപ്പോൾ കയ്യിലുള്ള അത് ഹോൾഡ് ചെയ്യണോ അതോ പുതിയ പൊസിഷനുള്ള അവസരം GRSയിലുണ്ടോ? താങ്കളുടെ ഒരു ടേക്ക് എന്താണ് GRSയിൽ? GRSയുടെ കേസിൽ അണ്ടർടോൺ വളരെ ബുള്ളിഷായി തന്നെ തുടരുന്നു. കഴിഞ്ഞ ഒരാഴ്ചക്കിടെ നമുക്ക് നല്ല ഹെൽത്തി ആയിട്ട് ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നുണ്ട്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ മെയിൻറ്റെയിൻ ദ ലോങ് പൊസിഷൻ. ബട്ട് നമ്മൾ ട്രേഡിംഗിന് വേണ്ടി ഒരു പൊസിഷൻ എടുത്തതായിരുന്നെങ്കിൽ നമ്മൾ 2800 സപ്പോർട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഈ സ്റ്റോക്കിന്റെ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് 3202 കാണുന്നത്. ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ നമുക്ക് ഷോർട്ട് ടേമിൽ വീണ്ടും ഒരു ട്രേഡിംഗിന് ഒരു അവസരം ലഭിക്കും. ആൻഡ് GRSയെ കുറിച്ച് ചോദിച്ചുകൊണ്ട് മറ്റൊരു ഷിപ്പിംഗ് സ്റ്റോക്ക് എന്റെ ശ്രദ്ധയിലോട്ട് വന്നിരിക്കുന്നത് ഇറ്റ് ഇസ് കൊച്ചിൻ ഷിപ്പ്യാർഡ്. കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ കേസിലും കഴിഞ്ഞ ഒരാഴ്ചക്കിടെ നമുക്ക് നല്ലൊരു ഹെൽത്തി പ്രോഫിറ്റ് ടേക്കിംഗ് ഈ സ്റ്റോക്കിൽ കാണാൻ സാധിച്ചു. ഇതിന്റെ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് കാണാൻ സാധിക്കുന്ന 2234. ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ ഷോർട്ട് ടേമിൽ തന്നെ നമുക്ക് നേട്ടം കിട്ടും. അടുത്ത മേജർ റെസിസ്റ്റൻസ് 2430 കാണുന്നത്. നമുക്കിനി അടുത്തായിട്ട് അറിയേണ്ടത് കാപ്രി ഗ്ലോബലിനെ പറ്റിയാണ്. ഇന്നലെ ഒരു ഫ്ലാറ്റ് പോസിറ്റീവ് നോട്ടിലുള്ള ഒരു നേട്ടമാണ് സ്റ്റോക്ക് രേഖപ്പെടുത്തിയത്. 171 സ്റ്റോക്കിൻ്റെ ഒരു ലാസ്റ്റ് ട്രേഡ് പ്രൈസ് ആയിട്ട് കാണുന്നത്. സ്റ്റോക്കിനെ സംബന്ധിച്ച് കഴിഞ്ഞ മാർച്ച് 2024 ഒരു ഓൾ ടൈം ഹൈ കാണാൻ സാധിച്ചത്. അതിനുശേഷം സ്റ്റോക്ക് ഒരു ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന നിലയിലാണ് ഒരു ട്രേഡിംഗ് ഇപ്പോൾ തുടരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു മാസം നോക്കുമ്പോൾ അത്യാവശ്യം വോളിയം ഈ ഒരു സ്റ്റോക്കിൽ ഒരു ട്രേഡിംഗ് നടന്നതായിട്ട് കാണുന്നുണ്ട്. ഈ ഒരു സ്റ്റോക്കിൽ താങ്കളുടെ ഒരു എക്സ്പെക്റ്റേഷൻ എന്താണ്? കാപ്രി ഗ്ലോബലിന്റെ കേസിൽ കഴിഞ്ഞ 5-8 മാസത്തിനിടെ വലിയൊരു സെല്ലിംഗ് പ്രഷർ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇറ്റ്സ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക്
അറ്റ് ദ മൊമെന്റ് ഈ സ്റ്റോക്കിന്റെ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തന്നെ തുടരുന്നു. ഈ സ്റ്റോക്കിന്റെ ഇമ്മീഡിയറ്റ് മേജർ റെസിസ്റ്റൻസ് 190 കാണുന്നത്. 190 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറും. നമ്മൾ കമ്പനിയുടെ ഫൈനാൻഷ്യൽസ് കംഫർട്ടബിൾ ആണെങ്കിൽ മാത്രമേ ഇത്തരം സ്റ്റോക്സിൽ നമ്മൾ ലോങ് പൊസിഷൻ എടുക്കാൻ ശ്രമിക്കാവൂ. കാര്യം മാർക്കറ്റിൽ ഒരു മേജർ കറക്ഷൻ വന്നു കഴിഞ്ഞാൽ ഇത്തരം സ്റ്റോക്സിലായിരിക്കും ഏറ്റവും അധികം ഇടിവ് നമ്മൾ ഫേസ് ചെയ്യാൻ പോകുന്നത്. വിഷ്ണുവിലോട്ട് തിരിച്ചു വരുന്നതിന് മുൻപ് പ്രേക്ഷകരുടെ ശ്രദ്ധ 3 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഫെർട്ടിലൈസർ കമ്പനീസിലോട്ട് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. ഇതിൽ ആദ്യം എടുത്തു പറയാനുള്ളത് കേരള ബേസ്ഡ് FACT. FACTയുടെ കേസിൽ ലോങ് ടേം ട്രെൻഡ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി മാറിയിട്ടുണ്ട്. ഈ സ്റ്റോക്കിന് മേജർ സപ്പോർട്ട് കാണാൻ സാധിക്കും 960. എനിക്ക് തോന്നുന്നില്ല 960 സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെടുമെന്ന്. ഇതിന്റെ ഇമ്മീഡിയറ്റ് ബുള്ളിഷ് റെസിസ്റ്റൻസ് കാണുന്നത് 1083 രൂപ. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ പിന്നീടുള്ള റെസിസ്റ്റൻസ് 1122. 1122ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ ഈ സ്റ്റോക്കിൽ നല്ലൊരു കുതിപ്പ് ഷോർട്ട് ടേമിൽ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. മറ്റൊരു സ്റ്റോക്ക് ശ്രദ്ധയിലോട്ട് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത് ഇറ്റ് ഇസ് മദ്രാസ് ഫെർട്ടിലൈസർ. മദ്രാസ് ഫെർട്ടിലൈസറിന്റെ കേസിൽ അഗെയിൻ ലോങ് ടേം ട്രെൻഡ് ഹാസ് ജസ്റ്റ് ടേൺഡ് ബുള്ളിഷ്. ഇതിലൊരു ലോ റിസ്ക് ബൈയിങ് അവസരം നമുക്ക് ലഭിക്കാൻ പോകുന്നത് ഈ സ്റ്റോക്കിന് 95 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ, ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ പിന്നീടുള്ള ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് 110 ആൻഡ് തേർഡ് സ്റ്റോക്ക് ഇസ് നാഷണൽ ഫെർട്ടിലൈസർ. നാഷണൽ ഫെർട്ടിലൈസറിന്റെ കേസിലും സിമിലർ പാറ്റേൺ നമുക്ക് കാണാൻ സാധിക്കുന്നത് 103 രൂപയിലെ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ്, 112 അതിനകത്ത് ശേഷമുള്ള റെസിസ്റ്റൻസ്. ഇത് രണ്ടും ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ പിന്നീടുള്ള ടാർഗറ്റ് 130 രൂപയിലായിരിക്കും. സർ, നമുക്ക് അടുത്തായിട്ടൊരു സ്റ്റോക്ക് ഉള്ളത് പരാസ് ഡിഫൻസ് ആണ്. ഏതാണ് ഓഹരിയെ പറ്റി നോക്കുമ്പോൾ ഇന്നലെ ഒരു 0.5% നേട്ടം രേഖപ്പെടുത്തി 1632 എന്നൊരു നിലയിലാണ് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്. സ്റ്റോക്കിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ മാർച്ച് തുടങ്ങി സ്റ്റോക്ക് മികച്ച ഒരു നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ട്രേഡിംഗ് ആണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഓൾമോസ്റ്റ് ഒരു 100% റിട്ടേൺ സ്റ്റോക്ക് ഓൾറെഡി തന്നു കഴിഞ്ഞിരിക്കുന്നു. പരാസ് ഡിഫൻസിൽ ഇനി എന്താണ് താങ്കളുടെ ഒരു എക്സ്പെക്റ്റേഷൻ? പരാസ് ഡിഫൻസിന്റെ കേസിൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തന്നെ തുടരുന്നു. ബട്ട് കഴിഞ്ഞ ഒരു മാസത്തിനിടെ ഈ സ്റ്റോക്കിൽ ഒരു കൺസോൾട്ടേഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ട സ്റ്റോപ്പ് 1530 പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ 1685 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. അതിന് ശേഷമുള്ള റെസിസ്റ്റൻസ് 1770, അതിനുശേഷം 1880 ആയിരിക്കും. ഇനി നമുക്ക് അറിയേണ്ടത് ബജാജ് ഹൗസിംഗ് ഫിനാൻസിനെ പറ്റിയാണ്. സ്റ്റോക്കിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ 2024 ലിസ്റ്റിംഗിന് ശേഷം സ്റ്റോക്ക് തുടർച്ചയായ ഒരു ഇടിവായിരുന്നു രേഖപ്പെടുത്തിയത്. എന്നാൽ നമുക്ക് കാണാൻ സാധിക്കുന്ന മാർച്ചിൽ ഒരു ബോട്ടം എടുത്തതുപോലെ ഒരു നേട്ടം, ഒരു 13% നേട്ടം സ്റ്റോക്ക് രേഖപ്പെടുത്തിയതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അതിനുശേഷം പിന്നീട് അങ്ങോട്ടൊരു കൺസോൾട്ടേഷൻ പോലെ ഒരു മന്ത്ലി ട്രേഡിംഗിൽ സ്റ്റോക്കിൽ കാണുന്നുണ്ട്. ഇന്നലെ ഒരു ഫ്ലാറ്റ് പോസിറ്റീവ് നോട്ടിൽ 121 എന്നൊരു നിലയിലാണ് ബജാജ് ഫിനാൻസ് ഹൗസിംഗ് ഫിനാൻസ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഓഹരിയിൽ താങ്കളുടെ ഒരു എക്സ്പെക്റ്റേഷൻ എന്താണ്? ഒരു ബോട്ടം കണ്ടോ? ബജാജ് ഹൗസിംഗ് ഫിനാൻസിന്റെ കേസിൽ കഴിഞ്ഞ ഒരു 6 ആഴ്ചക്കിടെ നമുക്കൊരു കൺസോൾട്ടേഷൻ കാണാൻ സാധിക്കുന്നുണ്ട്. അതിനെ തുടർന്ന് ഷോർട്ട് ടേം ട്രെൻഡ് ആൻഡ് ലോങ് ടേം ട്രെൻഡ് രണ്ടും സൈഡ് വേസ് ആയി മാറിയിട്ടുണ്ട്. ഈ ആഴ്ച നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് ലെവൽ 126 രൂപ. 126 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ അടുത്ത ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് 130 കാണാൻ സാധിക്കുന്നത്. 130 മുകളിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചാൽ ഈ സ്റ്റോക്കിലെ ഷോർട്ട് ടേമിൽ നല്ലൊരു കുതിപ്പ് നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി അടുത്തൊരു സ്റ്റോക്ക് നമ്മുടെ ഫോക്കസിലുള്ളത് NTPC ഗ്രീൻ ആണ്. 0.85% ഒരു നേട്ടത്തിൽ 108 എന്നൊരു നിലയിലാണ് സ്റ്റോക്ക് ക്ലോസിംഗ് എടുത്തതായിട്ട് കാണാൻ സാധിക്കുന്നത്. സ്റ്റോക്ക് 2024 നവംബറിലെ ലിസ്റ്റിങ്ങിന് ശേഷം പിന്നീട് അങ്ങോട്ട് ഡിസംബറിൽ ഒരു നേട്ടം രേഖപ്പെടുത്തിയും അതിനുശേഷത്തെ 2 മാസങ്ങൾ തുടർച്ചയായി ഇടുവായിരുന്നു കാണാൻ സാധിച്ചത്. എന്നാൽ അതിനുശേഷം ഇപ്പോൾ മാർച്ച് തുടങ്ങി സ്റ്റോക്കിലൊരു നേട്ടം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. NTPC ഗ്രീൻ എനർജിയിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? NTPC ഗ്രീനിന്റെ കേസിൽ മാർച്ച് മാസത്തിന് ശേഷം നല്ലൊരു ബൈയിങ് ഇൻട്രസ്റ്റ് വന്നതിനെ തുടർന്ന് ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി മാറിയിട്ടുണ്ട്. കഴിഞ്ഞ ഒരാഴ്ചക്കിടെ നടന്ന പ്രോഫിറ്റ് ടേക്കിങ്ങിനെ തുടർന്ന് നല്ലൊരു ലോ റിസ്ക് ബുള്ളിഷ് സെറ്റപ്പും ഫോം ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ കമ്പനിയുടെ ഫൈനാൻഷ്യൽസിൽ കംഫർട്ടബിൾ ആണെങ്കിൽ തീർച്ചയായിട്ടും കറന്റ് ലെവൽസിൽ തന്നെ നമുക്കൊരു പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ സാധിക്കും. അങ്ങനെ ഒരു പൊസിഷൻ എടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ സപ്പോർട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് 103 സ്റ്റോക്ക് ഫേസ് ചെയ്യാൻ പോകുന്ന ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് 120 120 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ വലിയൊരു കുതിപ്പ് ഈ സ്റ്റോക്കിൽ പ്രതീക്ഷിക്കാം.
സാർ ഇനി നമുക്കറിയേണ്ടത് സമീറ ആഗ്രയെ പറ്റിയാണ്. 4.95% ഒരു നേട്ടത്തിൽ 23 എന്നൊരു നിലയിലാണ് സ്റ്റോക്ക് ക്ലോസ് ചെയ്തതായിട്ട് കാണാൻ സാധിക്കുന്നത്. കഴിഞ്ഞൊരു വീക്കിൽ നോക്കുമ്പോൾ സ്റ്റോക്കിൽ വലിയ രീതിയിലൊരു ഇടിവ് നടന്നതായിട്ടും കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു സ്റ്റോക്കിൽ എന്താണ് താങ്കളുടെ ഒരു ടേക്ക്? സമീറ അഗ്രോ BSEയിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള, ഇറ്റ് ഈസ് ലിസ്റ്റഡ് ഓൺലി ഓൺ ദ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ആൻഡ് ഈ സ്റ്റോക്കിൽ കാര്യമായിട്ട് ട്രേഡിംഗ് ലിക്വിഡിറ്റി ഒന്നും തന്നെ കാണാൻ സാധിക്കുന്നില്ല. ഇതിന്റെ പാറ്റേൺ പഠിക്കുമ്പോഴേക്ക് എനിക്ക് കിട്ടുന്ന ഒരു ഫീല് ഈ സ്റ്റോക്കിൽ മാനിപ്പുലേഷൻ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം സ്റ്റോക്സിൽ ട്രേഡിംഗ് പൂർണ്ണമായിട്ടും അവോയ്ഡ് ചെയ്യുക. കഴിഞ്ഞ 6 ട്രേഡിംഗ് സെഷൻസിൽ ഈ സ്റ്റോക്ക് അപ്വേർഡ് സർക്യൂട്ട് ബ്രേക്കറിൽ ക്ലോസിംഗ് നടത്തിയിരിക്കുന്നത്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ പൊസിഷൻ വൈൻഡ് അപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. സാർ ഇന്നലെ മിഡ് ക്യാപ്പിൽ നിന്ന് വലിയ രീതിയിൽ, അല്ലെങ്കിൽ മിഡ് ക്യാപ്പിൽ ഏറ്റവും കൂടുതൽ നേട്ടം രേഖപ്പെടുത്തിയ ഒരു സ്റ്റോക്ക് താങ്കളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ്. ഇന്ദ്രപ്രസ്ഥ ഗ്യാസ് ലിമിറ്റഡ് ആയിരുന്നു. 6% ഒരു കുതിപ്പാണ് സ്റ്റോക്ക് രേഖപ്പെടുത്തി 212 എന്നൊരു നിലയിൽ ക്ലോസ് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മന്ത്ലി ട്രേഡിംഗ് നോക്കുമ്പോൾ ഒരു കൺസോൾട്ടേഷൻ പോലെ ഈ ഒരു സ്റ്റോക്കിൽ കാണുന്നുണ്ട്. താങ്കളുടെ ഒരു എക്സ്പെക്റ്റേഷൻ എന്താണ്? മുന്നോട്ടൊരു സാധ്യത IGLിലുണ്ടോ? ഇന്ദ്രപ്രസ്ഥ ഗ്യാസിന്റെ കേസിൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വൈസ് ആയിട്ടാണ് കാണുന്നത്. നവംബർ മാസത്തിന് ശേഷം ഈ സ്റ്റോക്ക് 150, 225 ഈ ഒരു റേഞ്ചിലാണ് ട്രേഡിംഗ് നടത്തി വരുന്നത്. സോ നല്ലൊരു ബുള്ളിഷ് സെറ്റപ്പ് ഫോം ചെയ്തു വരുന്നുണ്ട്. ബട്ട് നമുക്ക് ഇതിലൊരു കൺഫർമേഷൻ ലഭിക്കണമെങ്കിൽ 225 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. 225ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറും. സാറിന് നമുക്ക് അവസാനമായി അറിയേണ്ടത് KPR മില്ലിനെ പറ്റിയാണ്. ഇന്നലെ നോക്കുമ്പോൾ 0.3% ഒരു നേട്ടമാണ് സ്റ്റോക്ക് രേഖപ്പെടുത്തിയത്. 1098 എന്നൊരു നിലയിലാണ് സ്റ്റോക്ക് ട്രേഡിംഗ് ക്ലോസ് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സ്റ്റോക്കിനെ സംബന്ധിച്ച് കഴിഞ്ഞൊരു മാസത്തിൽ വലിയ രീതിയിലുള്ള ഒരു 35 മില്യൻ്റെയൊക്കെ ഒരു വോളിയം ട്രേഡിങ്ങിൽ നടന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. മാത്രമല്ല 12% ഒരു നേട്ടവും രേഖപ്പെടുത്തിയിരുന്നു. KPR മില്ലിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? KPR മില്ലിന്റെ കേസിൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തുടരുന്നു. ആൻഡ് കഴിഞ്ഞ 2 ആഴ്ചക്കിടയിൽ നടന്ന പ്രോഫിറ്റ് ടേക്കിങ്ങിനെ തുടർന്ന് നമുക്ക് ലോ റിസ്കിൽ ഒരു ബൈയിങ് സെറ്റപ്പ് ഫോം ആയിട്ടുണ്ട്. ഈ ആഴ്ചത്തെ ട്രേഡിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കുന്ന റെസിസ്റ്റൻസ് 1115. ആ റെസിസ്റ്റൻസിന് മുകളിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചാൽ വീണ്ടും നമുക്ക് ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറും. അങ്ങനെ ഒരു പൊസിഷൻ എടുക്കുന്നുണ്ടെങ്കിൽ 1058 നമ്മുടെ സപ്പോർട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. താങ്ക് യു സാർ, ഇത്രയും അപ്ഡേറ്റ്സും അനാലിസും മൈഫിൻ്റെ പ്രേക്ഷകർക്ക് വേണ്ടി പങ്കുവച്ചതിന്. ഇതോടെ ഇന്നത്തെ ഒരു മാർക്കറ്റ് പ്ലസിൻ്റെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാൻ സമയമായിരിക്കുകയാണ്. ഇതുപോലെ ഒത്തിരി എക്സ്പേർട്ട് ഒപ്പീനിയനും മാർക്കറ്റിൻ്റെ അപ്ഡേറ്റ്സും ലഭ്യമാകാൻ നിങ്ങൾക്ക് മൈഫിൻ TV ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പിൾ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് കാണാവുന്നതാണ്. നമ്മുടെ അടുത്ത ഷോ എന്ന് പറയുന്നത് മാർക്കറ്റ് സ്ക്രീനറാണ്. ആ ഒരു ഷോയുമായി അനിൽ ഇപ്പോൾ ജോയിൻ ചെയ്യുന്നതാണ്. സോ സ്റ്റേ ട്യൂൺഡ്.